VSന്റെ നിലപാടാണ് ഇനി പ്രധാനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ചോദ്യങ്ങൾ നേരിട്ടത്. VS ആണ് കത്ത് ചോർത്തിയതെന്ന് പാർട്ടിക്ക് അഭിപ്രായമില്ലെന്ന് കോടിയേരി പറഞ്ഞു. അങ്ങനെ അഭിപ്രായത്തിൽ എത്തിയിരുന്നെങ്കിൽ പാർട്ടി പരസ്യമായിട്ടത് പറയുമായിരുന്നല്ലോ. പക്ഷേ ഒരു പത്രത്തിൽ കിട്ടിയെന്നുള്ളത് വസ്തുതയാണ്. അതെങ്ങനെ കിട്ടി ഉള്ള കാര്യങ്ങൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ പരിശോധിക്കാനിരിക്കുകയാണ്. അത് പരിശോധിച്ചതിന് ശേഷം അത് കണ്ടുപിടിക്കും, അത് വ്യക്തമാക്കുക തന്നെ ചെയ്യും. VSനെ കാണുമോ എന്ന ചോദ്യത്തിന് കോടിയേരിയുടെ മറുപടി ഇങ്ങനെ: അത് ഇപ്പോഴുള്ള പ്രശ്നത്തിനകത്ത് ഞാൻ കാണലും കാണാതിരിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർ പോയിട്ട് പാർട്ടി സെക്രട്ടറിമാർ അങ്ങനെ കാണാറില്ല. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ ഇതുവരെ ഇല്ല. കണ്ട് സംസാരിക്കുന്നതിനൊക്കെ ആരെയും കാണുന്നത് സംസാരിക്കാം. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പോയിട്ടും അങ്ങനെ കാണുന്നൊരു പതിവ് കേരളത്തിലെ പാർട്ടിയിലില്ല. പുതിയ പദവികൾ ഉണ്ടാക്കണ്ട. ഞങ്ങൾ കാണും, സംസാരിക്കും, അതൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇനി അതിപ്പങ്ങളൊരു റിഫ്രഷായിട്ട് പാർട്ടി സെക്രട്ടറിയായ പശ്ചാത്തലത്തിൽ കൂടുതൽ സമയം സഭാപ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കാനാകില്ലെന്നും കോടിയേരി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള നിലയിൽ എപ്പോഴും നിയമസഭയിൽ ഇപ്പം ചെയ്യുന്ന പോലെ ഉത്തരവാദിത്വം ചെയ്യാൻ കഴിയില്ല. അതിന് പറ്റിയ ആളുകൾ കണ്ടെത്തും. അതൊക്കെ പറ്റിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥാനം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർട്ടി ആലോചിക്കും. പാർട്ടിയിൽ ഇതിനെല്ലാം പറ്റിയ ആളുകളുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത. ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുമ്പോൾ രാഷ്ട്രീയ മാറ്റമുണ്ടാകും. MLA-മാരെയൊക്കെ സൃഷ്ടിക്കുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങളിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അല്ലാതെ MLA-മാരെ അഞ്ചാളെ പിടിക്കുക, ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്നൊരു പരിപാടി ഞങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ഒരു 3 ആളെ പിടിച്ചാൽ മതിയായിരുന്നു. സോളാറിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടെന്ന ആരോപണം സാധൂകരിക്കപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. സോളാർ കമ്മീഷന് മുഖ്യമന്ത്രിയുടെ പങ്ക് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമാകുന്നൊരു തെളിവ് ഇന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ ആ കമ്മീഷനെ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാൻ മുഖ്യമന്ത്രി അവസരം ഉണ്ടാക്കണം. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് സോളാർ കമ്മീഷനെ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തുന്നതിൽ പ്രയാസമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.